Good morning, all. Good Good morning. morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഫജറുന്നീസ മാം ആണ്. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Hello. Good morning, all. Good morning. എല്ലാവർക്കും സുഖല്ലേ? അതെ അതെ, അവിടെയും അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും സുഖായിരിക്കുന്നു. That's good. അപ്പോ ഇന്ന് മോർണിംഗ് സർക്കിളിന്റെ 338ാമത്തെ എപ്പിസോഡാണല്ലേ? അതെ, അപ്പോ ഈ അതന്നെ. 338 ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കേൾക്കാം. അപ്പോ ഈ 338 എപ്പിസോഡ് എന്ന് പറയുമ്പോ 338 ദിവസമാണല്ലേ മോർണിംഗ് സർക്കിളിന്റെ? ഇതൊരു ചെറിയ ദൂരമൊന്നും അല്ല അല്ലേ? അപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് സജിന മുസ്തഫ മാമിനും അതേപോലെ വിംബിൾ ടീമിനും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മളെല്ലാരെയും ഒരുമിച്ചിരുത്താൻ കഴിഞ്ഞത് അതാണല്ലോ. അപ്പോ ഹാറ്റ്സ് ഓഫ് യു ഓൾ. അപ്പോ നിങ്ങൾക്കറിയാം, ഈ മോർണിംഗ് സർക്കിൾ നമുക്കുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് എത്രയാണെന്നല്ലേ? അതുപോലെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാനാണ് ഞാനും ഒന്ന് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോ ഇന്ന് കുറച്ച് പോസിറ്റീവ് വൈബ് വരുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. മനസ്സിന്റെ മുറിവുണക്കാം സംഗീതത്തിന്റെ താളത്തിലൂടെ എന്നാണ് എൻ്റെ ടോപ്പിക്. പാട്ട് അഥവാ സംഗീതം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലേ? എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലോ അല്ലേ? പാട്ട് പാടുന്നവരുണ്ടോ ഈ കൂട്ടത്തില്? സൂസൻ മാം യെസ്, പാടും. പാടും. അപ്പോ ഇങ്ങനെ പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി കളർഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഒരു 2 വരിയൊക്കെ ഒന്ന് മൂളാട്ടോ. പഴയ പാട്ടുകളൊക്കെ ഒന്ന്, പഴയ നമ്മളുടെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുക്കാലോ. അപ്പോ അങ്ങനെ നമ്മളെ ഒരു നല്ലൊരു ലെവലിലേക്ക് എത്താൻ ഈ ഒരു ദിവസം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോ ഈ സംഗീതം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിനോദമായിട്ട് മാത്രമാണല്ലേ കാണുന്നത്. പക്ഷേ കേവലം വിനോദത്തിനപ്പുറം മനുഷ്യന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ശാരീരിക അവസ്ഥകളെയും സ്വാധീനിക്കാൻ സംഗീതത്തിന് കഴിയും. ഒരു പാട്ട് എവിടെ നിന്നെങ്കിലും കേട്ടാല് നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാറുണ്ടല്ലേ? എല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ? പാടാൻ കഴിവുള്ളവരാണെങ്കിലും ശരി, ഇല്ലാത്തവരാണെങ്കിലും ശരി, പാട്ട് എല്ലാവരും, സംഗീതം എന്ന് പറയുന്നത് എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ്. അപ്പോ നമ്മുടെ മൂഡിനെ, നമ്മുടെ മാനസിക അവസ്ഥയെ പെട്ടെന്ന് മാറ്റാൻ സംഗീതത്തിന് കഴിയും. ഇപ്പൊ ഒരു വിഷാദ ഗാനം കേൾക്കുമ്പോൾ നമ്മളും ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകും അല്ലേ? അതുപോലെ ഒരു അടിപൊളി പാട്ടാണ് കേൾക്കുന്നതെങ്കിലോ ഭയങ്കര ഒരു ആവേശമൊക്കെ തോന്നും. അപ്പോ നമ്മൾക്ക് പലപ്പോഴും വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരങ്ങൾ സംഗീതത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നത് നല്ലതാണ്. അങ്ങനെ പാട്ട് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് മനസ്സിങ്ങനെ മുറിയുന്ന വേദന ഇങ്ങനെ തോന്നുന്ന സന്ദർഭത്തില് പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കണം. ഇനി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി ഒന്ന് ശ്രമിച്ചു നോക്കണം. അപ്പോ ഉണ്ട് മാം, ഒന്നാമത് തീർച്ചയായിട്ടും ഉണ്ട് മാം. ഫജറുന്നീസ മാം, ഞാൻ യെസ്, എനിക്ക് അതിനു വേണ്ടി ചില പാട്ടുകൾ തന്നെ ഉണ്ട്.
അതെ അതെ അതെ, നമ്മളായിട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ വെക്കും ചില പാട്ടുകൾ, അല്ലെ നമ്മുടെ കളക്ഷനിലൊക്കെ ചില പാട്ടുകൾ ഉണ്ടാവും. എനിക്കുണ്ട് പഴയ ജയചന്ദ്രൻ ഹിറ്റ്സ് ഒക്കെ ഉണ്ട്. പണ്ട് കാസറ്റ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ കളക്ഷനൊക്കെ എങ്ങനെയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോ നമ്മള് പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് ഒന്നാം തരം ഒരു മെഡിസിനാണ്. അപ്പൊ ഒരു മെഡിസിൻ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ നല്ല ശാന്തമായ ഒരു മെലഡി കേൾക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ലെവല് കുറയും. നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആണല്ലോ, എന്ത് പറഞ്ഞാലും ഈ സ്ട്രെസ് ഹോർമോൺ ഇങ്ങനെ വരും അല്ലേ? കാരണം അത് അത്രത്തോളം നമ്മുടെ ശരീരത്തെ പിടിച്ച് മുറുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. തന്മൂലം നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റിയും മറ്റ് കുറയുകയും നമുക്ക് റിലാക്സ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതാണ് സംഗീതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യർ എന്ന് മുതൽക്കാണ് സംഗീതം ആസ്വദിക്കാൻ തുടങ്ങിയത്? മനുഷ്യനും സംഗീതവും തമ്മിലുള്ള ബന്ധത്തിന് മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട്. കൃത്യമായിട്ടൊരു കാലമോ ഒരു തീയതിയോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ സംഗീതം ആസ്വദിച്ചിരുന്നു. അപ്പൊ എവിടെ നിന്നാണ് ഈ സംഗീതത്തിന്റെ തുടക്കം? ആന്ത്രപ്പോളജിസ്റ്റ് വിശ്വസിക്കുന്നത് മനുഷ്യർ സംസാരിക്കാൻ പഠിക്കുന്നതിന് മുൻപ് തന്നെ സംഗീതത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് പ്രകൃതിയിലെ ശബ്ദങ്ങൾ, പക്ഷികളുടെ പാട്ട്, മൃഗങ്ങളുടെ കരച്ചിൽ, മഴയുടെ താളം, ഇതൊക്കെ ആണ് മനുഷ്യരിങ്ങനെ അനുകരിക്കാൻ തുടങ്ങിയത്. ആദ്യം അവര് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇതാണ് പിന്നീട് സംഗീതമായി മാറിയത്. നാം സംഗീതം ആസ്വദിക്കാൻ തുടങ്ങിയത് ജീവശാസ്ത്രപരമായ കാരണങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് കേൾക്കുന്നത് ഹൃദയത്തിന്റെ താളമാണ്. അപ്പൊ നമ്മളിൽ ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ കഴിവെന്ന് പറയുന്നത് കേൾവിയാണ്. സെൻസിൽ ഉള്ള ആദ്യത്തേത് കേൾക്കാനുള്ള കഴിവായിരിക്കും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ. അപ്പോ ജനിച്ച ശേഷവും ഈ അമ്മയുടെ ഈ താരാട്ടുപാട്ട് കേൾക്കുമ്പോ കരയുന്ന കുഞ്ഞ് ശാന്തനാകുന്നത് നമുക്കറിയാം അല്ലേ? ഇപ്പൊ ഒരു താരാട്ടുപാട്ട് കേട്ടാൽ നല്ലതായിരുന്നു. ആരെങ്കിലും ഉണ്ടോ രണ്ട് വരി പാട്ട് പാടിയാന്? താരാട്ടുപാട്ട് ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? സൂസൻ മാം. എന്തിനാ ഉറക്കത്തിലോട്ട് വിടുന്ന എല്ലാരെയും? ഉണർന്നിരിക്കട്ടെ. അല്ല, ഈ പാട്ട് കേട്ടാൽ ചിലപ്പോ ഉറക്കം പോയാലും. ഞാൻ പാടാം. അതിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പാടിക്കോ. ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ. കഴിഞ്ഞോ? അപ്പൊ ഓക്കെ. അപ്പോ അടുത്ത ചാൻസ് തരാം. എന്നാ പാടിക്കോ കളയണ്ട. പെട്ടെന്ന് മനസ്സിൽ വന്ന പാട്ട്. മനസ്സിൻ മടിയിലെ മാൽത്തളിരിൽ മയങ്ങൂ മണിക്കൂറുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, മയങ്ങൂ നീയുറങ്ങൂ. അടിപൊളി അടിപൊളി. എന്താണ് അല്ലേ, നല്ല പാട്ടാണ്. അപ്പോ ഈ ഒരു താളം തന്നെയാണ് സംഗീതാസ്വാദനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ താരാട്ടുപാട്ട് അല്ലേ? ഇത് കേട്ടാണല്ലോ നമ്മൾ എല്ലാവരും വളരുന്നത്. അപ്പോ ഈ ഒരു സംഗീതം ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വലിയൊരു കണക്ഷന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പോ ഈ കഡിൽ ഹോർമോൺ എന്ന് വിളിക്കുന്ന ഓക്സിറ്റോസിൻ അമ്മയിലും കുഞ്ഞിലും ഒരേ സമയം പുറപ്പെടുന്നത് കൊണ്ടാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മനസ്സിൽ സംഗീതം ആഴത്തിലുള്ള ഒരു വൈകാരിക അനുഭവമായിട്ട് മാറുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആസ്വദിക്കുന്നത് ഈ സംഗീതം?
അതിനും സയന്റിസ്റ്റുകൾ വിശദീകരണം നൽകുന്നുണ്ട്. അത് ഈ മനുഷ്യരെ ഒരുമിച്ച് നിർത്താൻ, അതായത് ഒരു സോഷ്യൽ ബോണ്ടിങ് ഉണ്ടല്ലോ, അതിന് സഹായിക്കുന്നതാണ്. ആദിമ മനുഷ്യർ ഭക്ഷണം, അതല്ലെങ്കിൽ താമസ സൗകര്യം, ഇതൊക്കെ ലഭിക്കുമ്പോൾ അവർ സന്തോഷം കൊണ്ട് ഒരുമിച്ച് പാട്ട് പാടുകയും അന്നത്തെ രീതിയിലുള്ള പാട്ടുകൾ പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോ നമ്മുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമല്ലോ. ഈ സന്തോഷം ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരു കരുത്തും വിശ്വാസവും ഒക്കെ അവരിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാല് സംഗീതം എന്നത് നമ്മുടെ DNA തന്നെ ഉള്ള ഒരു സാധനമാണ്. പിന്നീട് എവിടെന്നെങ്കിലും നമ്മൾ പഠിച്ചെടുക്കുന്നതോ മറ്റ് രീതിയിലേക്ക് പുറമേ നിന്ന് വരുന്നതോ ഒന്നുമല്ല. പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു കിട്ടിയതാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വ്യായാമമൊക്കെ ചെയ്യാറുണ്ടല്ലോ. ആ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉണർവ് എത്രയാണോ, അതുപോലെ മനസ്സിനും ഉണർവും വിശ്രമവും ലഭിക്കുന്ന ഒന്നാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കാനും ഉന്മേഷം നൽകാനും കഴിയുന്ന ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു അല്ലെ? അപ്പോ എങ്ങനെയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നത്? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഫീൽ ഗുഡ് ഹോർമോൺസ് ആയ ഡൊപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. അതുപോലെ തന്നെ സംഗീതം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏകാഗ്രത നിലനിർത്താനൊക്കെ പാട്ട് പഠിച്ചാൽ മതി. പാട്ട് പഠിച്ചാല് പെട്ടെന്ന് അത് മനസ്സിൽ നിന്നും മാറിപ്പോകില്ലല്ലോ, മറന്നു പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അതുപോലെ ഏകാഗ്രത. ഒരിക്കൽ ഞാനൊരു മത്സരം കണ്ടിരുന്നു. ഒരിടത്ത് ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം, പക്ഷെ ഒരു തെറ്റാനോ ഒന്നും പാടില്ല. വേറൊരു മ്യൂസിക് ആയിരിക്കും അവിടെ പ്ലേ ചെയ്തത്, ഈ പാട്ടിന്റെ മ്യൂസിക് ആയിരിക്കില്ല. അപ്പോ ഇതിങ്ങനെ പ്ലേ ചെയ്യുകയും ചെയ്യണം. ഈ സംഗീതത്തിൽ മാത്രമായിരിക്കും നമ്മളുടെ കോൺസെൻട്രേഷൻ. ഇങ്ങനെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ സാധിക്കുമെന്ന് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോ നമ്മള് ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് കേട്ടിരുന്ന കാലത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചും ഒക്കെ നമുക്ക് ഓർമ്മ വരാറുണ്ടല്ലേ? ഒരു പഴയ പാട്ട് ആർക്കെങ്കിലും ഒന്ന് പാടാവോ? അല്ലെങ്കിൽ നിങ്ങൾ പഴയ കാലത്ത് പാടിയിരുന്ന, ഇപ്പൊ കേൾക്കുമ്പോഴും അന്നത്തെ ആ കാലം ഓർക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഓർക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു പാട്ടൊന്ന് പാടാവോ? നേരത്തെ പാടിയവരായാലും കുഴപ്പമില്ല. സജിന മാമും പിന്നെ വേറെ പാടിയായിരുന്നല്ലോ, റാബിയ മാം, ആരെങ്കിലും പാടിയാ മതി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മയെ ഓർമ്മ വരും. അപ്പോൾ അന്ന് ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇന്ന പാട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പോ ആ പാട്ട് അന്ന് പാടിയൊക്കെ കൊടുത്തു. പിന്നീട് ഡോക്ടർ പറഞ്ഞു പാട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾപ്പിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് പണ്ട് കാലത്തുണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, വാക്മാൻ, അങ്ങനെ അതൊരെണ്ണം കൊണ്ടുവന്നിട്ട് ആ കാസറ്റ് ഇട്ട് അങ്ങനെ ആ പാട്ട് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എവിടെയെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഉമ്മയെ ഓർമ്മ വരും, അന്ന് ആ ഹോസ്പിറ്റലിൽ കിടന്ന രംഗങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ കൊള്ളാമായിരുന്നു. എൻ്റെ ഫാദർ എന്നോട് പാടാൻ പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അത് പാടാം, രണ്ടുപേര് പാടാം. നീലജലാശയത്തിൽ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ.
അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാട്ടോ. പഴയ നമ്മുടെയൊക്കെ കാലത്തെ പാട്ടാണല്ലോ അല്ലേ? ഇന്നുള്ളവർക്ക് ഒരു പക്ഷേ അത് ഓർമ്മ വരണമെന്നില്ല. അപ്പോ നമ്മുടെ ഓർമ്മകളെ ബ്രെയിനിൽ ദീർഘകാലം നിലനിർത്താൻ സംഗീതത്തിന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് മാനസിക ആരോഗ്യ ചികിത്സയിൽ മ്യൂസിക് തെറാപ്പിക്ക് വലിയ പ്രാധാന്യമുണ്ടായത്. ഇപ്പൊ നമ്മളൊക്കെ സൈക്കോളജിയിൽ മ്യൂസിക് തെറാപ്പി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോ ഈ ഡിപ്രഷൻ, ഇൻസോംനിയ, ഓട്ടിസം തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് സംഗീതം ഭയങ്കര ആശ്വാസമാണ് നൽകുന്നത്. അപ്പൊ അങ്ങനെ സംഗീതം ഔഷധമായിട്ട് ഈ രോഗങ്ങളിൽ, ഇതുപോലെയുള്ള രോഗങ്ങളിലൊക്കെ ഈ സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മോഡേൺ മെഡിസിനിലും മെന്റൽ ഹെൽത്ത് മേഖലയിലും ഒരുപോലെ അംഗീകരിച്ച ഒരു ചികിത്സാ രീതിയാണ് ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ സംഗീതം സുഖപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം പണ്ട് മുതൽക്കേ ഉണ്ടെങ്കിലും ഇത് ശാസ്ത്രീയമായ ഒരു ചികിത്സാ രീതിയായിട്ട് വളർന്നു വരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ ശേഷമാണ്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ ഗ്രീക്ക് ചിന്തകരും ഇന്ത്യൻ വൈദ്യശാസ്ത്രവും സംഗീതത്തിന് മനസ്സിനെ മാറ്റാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അത് വേൾഡ് വാറിലൊക്കെ ഈ മുറിവേറ്റ പട്ടാളക്കാരെയൊക്കെ താമസിച്ചിരുന്ന ഹോസ്പിറ്റലുകളില് ആളുകൾ വന്നിങ്ങനെ പാട്ടുപാടും. അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ വന്ന് പാട്ടുപാടും. അപ്പോ ഇത് പട്ടാളക്കാരുടെ ശാരീരികവും മാനസികവുമായ വേദനകളെ കുറയ്ക്കുന്നതായും അവരുടെ മുറിവുകൾ വളരെ വേഗത്തിൽ ഉണങ്ങുന്നതായും ഡോക്ടേഴ്സ് ശ്രദ്ധിച്ചു. ഇതനുസരിച്ച് ഹോസ്പിറ്റലുകളിൽ സംഗീതജ്ഞരെ നിയമിക്കേണ്ടത് ആവശ്യമാണെന്ന് ഡോക്ടേഴ്സ് വാദിക്കുകയും അവര് സംഗീതജ്ഞരെ നിയമിക്കാനായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 1944 ലോകത്തെ ആദ്യത്തെ മ്യൂസിക് തെറാപ്പി പ്രോഗ്രാം അമേരിക്കയിലെ മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചു. അപ്പൊ അവിടെ ഇങ്ങനെ ഈ പാട്ട് വെറുതെ കേൾപ്പിക്കുകയല്ല ചെയ്യുന്നത്. മ്യൂസിക് തെറാപ്പിസ്റ്റ് ഓരോ രോഗിയുടെയും അവസ്ഥയ്ക്കനുസരിച്ച് 2 തരത്തിലുള്ള തെറാപ്പികളാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഒന്നാമത്തേത് ആക്റ്റീവ് തെറാപ്പി. ഇതില് രോഗിയെ ഈ പ്രക്രിയയിൽ നേരിട്ട് പങ്കാളിയാക്കുകയാണ് ചെയ്യുന്നത്. ഓർമ്മക്കുറവുള്ളവർക്കും സംസാരശേഷിയിൽ പ്രയാസം നേരിടുന്നവർക്കും ഒക്കെയാണ് ഈ പ്രാക്ടീസ് നൽകുന്നത്. ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യിക്കും. വിരലുകൾ ഉപയോഗിച്ചിട്ടാണല്ലോ കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യിക്കുക. ഇത് വിരലുകളുടെ ചലനശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ ദേഷ്യം, സങ്കടം തുടങ്ങിയ വികാരങ്ങളെ പുറന്തള്ളുക. നമ്മൾ ഇമോഷണൽ കഥാർസിസ് പഠിച്ചിട്ടുണ്ടല്ലോ, വെന്റിങ് ഔട്ട്. ഇതിന് സംഗീതം സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോ മനസ്സിലെ വിഷമങ്ങൾ ചിലപ്പം വാക്കുകളാൽ പറയാൻ കഴിയാത്തവർക്ക് സ്വന്തമായി വരികൾ എഴുതാനുള്ള അവസരവും കൂടി ഇങ്ങനെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് നൽകും. പിന്നെ അടുത്തത് റിസപ്റ്റീവ് തെറാപ്പി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഇത്. ഇവിടെ രോഗിയെ സംഗീതം കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശാന്തമായ സംഗീതം ഇങ്ങനെ കേൾപ്പിച്ച് ആള് റിലാക്സ് ആവുന്നതോടെ BP, അതുപോലെ ഹാർട്ട് ബീറ്റ് എന്നിവ നോർമലാകും. അപ്പൊ ഇതുപോലെ തന്നെ മ്യൂസിക് അനാലിസിസ് ഉണ്ട്. ഒരു പാട്ട് കേട്ട ശേഷം അത് മനസ്സിലുണ്ടാക്കിയ വികാരങ്ങളെ കുറിച്ച് തെറാപ്പിസ്റ്റുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. മറ്റൊന്നാണ് വിഷ്വലൈസേഷൻ. അതായത് ഒരു സംഗീതം ഇങ്ങനെ കേൾപ്പിക്കും, എന്നിട്ട് പോസിറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും. ഇത് അവരിൽ ഉറങ്ങിക്കിടക്കുന്ന പഴയ ഓർമ്മകളുമായി ബന്ധിപ്പിക്കാനും ഇമോഷണൽ റെഗുലേഷനും ഒക്കെ സഹായിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മ്യൂസിക് തെറാപ്പി സർജറിക്ക് ശേഷമുള്ള വേദന ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ സഹായിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ ബ്രെയിനിൽ കൂടുതലായിട്ട് എൻഡോർഫിൻ ഉണ്ടാകും. ഈ എൻഡോർഫിനാണ് വേദന കുറയ്ക്കുന്നതായിട്ട് തോന്നുന്നത്. ഈ ഓട്ടിസം ബാധിച്ച മക്കളുണ്ടല്ലോ, കുഞ്ഞു കുട്ടികള്, അവർക്കൊക്കെ ആശയവിനിമയത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളില് മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുത്തുന്നതിനായിട്ട് പാട്ടിനെ
ഒരു തെറാപ്പി പോലെ, മ്യൂസിക് തെറാപ്പി ആയിട്ട് ഇങ്ങനെ ഉപകരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അൽഷിമേഴ്സ് പേഷ്യൻസിന് പാട്ടിലൂടെ തൻ്റെ ജീവിതത്തെയും പ്രിയപ്പെട്ടവരെയും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു എലൈവ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ഉണ്ട്. അതിൽ പറയുന്നത്, ആ ഡോക്യുമെന്ററി ഒന്ന് രണ്ട് പേരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് എടുത്തതാണ്. ഓർമ്മശക്തി വീണ്ടെടുക്കുന്നതിനും തലച്ചോറിന്റെ ആരോഗ്യവും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് സംഗീതം എങ്ങനെ സഹായിക്കുന്നു എന്ന് വിവരിക്കുന്നതാണ് അത്. അതില് പറയുന്ന ഒരു ഹെൻറി എന്ന് പറയുന്ന ഒരു വൃദ്ധനായ ഒരാളുടെ ജീവിതമാണ് പറയുന്നത്. വീൽ ചെയറിൽ ജീവിക്കുന്ന ഹെൻറി ഒരു നഴ്സിംഗ് ഹോമിലാണ്. അദ്ദേഹത്തിന്റെ ചികിത്സിക്കുന്ന ഡോക്ടറും തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ കെയർ ടേക്കറും ഒക്കെ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് അഭിമുഖം നടത്തി. എന്നിട്ട് അദ്ദേഹം രോഗിയാകുന്നതിന് മുൻപ് ആസ്വദിച്ചിരുന്ന പാട്ടുകളുടെ സംഗീതങ്ങളുടെ ഒക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കി. എന്നിട്ടത് അദ്ദേഹത്തിന് ഇങ്ങനെ കേൾപ്പിക്കാൻ തുടങ്ങി. അപ്പൊ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാത്ത 10 വർഷമായിട്ട് ആരോടും സംസാരിക്കാതെ തല കുനിച്ച് മാത്രം വീൽ ചെയറിൽ ഇരുന്നിരുന്ന അദ്ദേഹം ഈ പാട്ട് കേട്ടതോടെ പതുക്കെ പതുക്കെ കണ്ണുകൾ വിടർത്തി ചുറ്റുമുള്ളവരെ നോക്കുകയും സംഗീതത്തോടൊപ്പം ചലിക്കുകയും പതുക്കെ പാടാൻ തുടങ്ങുകയുമൊക്കെ ചെയ്തു. ഇതുപോലെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. മാർത്ത ഗ്രഹാം എന്ന് പറയുന്ന ഒരു ലേഡി 1960കളില് ന്യൂയോർക്കിലെ പ്രശസ്തയായ ഒരു നർത്തകിയായിരുന്നു ഇവരും അൽഷിമേഴ്സ് ബാധിച്ച് ചുറ്റുമുള്ളത് ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഘട്ടത്തില് സൈക്കോവിസ്കിയുടെ സ്വാൻ ലേക്ക് എന്ന വിഖ്യാത സംഗീതം ഹെഡ്ഫോണിലൂടെ അവരെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ വീൽ ചെയറിൽ തളർന്നിരുന്ന മാർത്തയുടെ കൈകള് ഈ സംഗീതത്തിനനുസരിച്ചുള്ള നൃത്തത്തിന്റെ കൊറിയോഗ്രാഫി ഇങ്ങനെ അനുകരിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവര് ആ സംഗീതത്തിന്റെ മുഴുവൻ കൊറിയോഗ്രാഫിയും സ്വന്തം കൈകളിലൂടെ അവരിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോ ഈ 2 സംഭവങ്ങളിലൂടെ സംഗീതം അതിന്റെ ഓർമ്മകൾ ഉണർത്തുന്നതിനുള്ള അപാരമായ സാധ്യതകള് മനസ്സിലാക്കി ധാരാളം പഠനങ്ങളൊക്കെ ഇങ്ങനെ നടന്നു. റിസർച്ചുകൾ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് 2009 കാലിഫോർണിയയിലെ പീറ്റർ ജനത നടത്തിയ ഒരു പഠനത്തില് സംഗീതത്തെയും ഓർമ്മയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അപ്പൊ നമ്മുടെ ബ്രെയിനിലെ മിക്ക ഭാഗങ്ങളും അൽഷിമേഴ്സ് ബാധിച്ച് നശിക്കുമ്പോഴും മ്യൂസിക്കൽ മെമ്മറിയുടെ ഭാഗങ്ങൾ ഏറ്റവും ഒടുവിൽ മാത്രമേ നശിക്കൂ എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള പല ഭാഗങ്ങളും ഒരേ സമയം ഉണരും. ഇത് ഓർമ്മകളിലേക്കുള്ള ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് ഉള്ള ഓർമ്മകളൊക്കെ ഒരു സിനിമ റീല് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ എപ്പിസോഡ്, അതിന്റെ സമയം, സ്ഥലം സഹിതം നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കുന്നത് എപ്പിസോഡിക് മെമ്മറിയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കോളജിയിൽ എപ്പിസോഡിക് മെമ്മറിയും സെമാൻറ്റിക് മെമ്മറിയും. അപ്പൊ ഈ എപ്പിസോഡിക് മെമ്മറിയാണ് ഡേറ്റ്, ചില ഇവന്റുകളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ നടക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ആ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം, സ്ഥലം, സമയം, ഇങ്ങനെ നമുക്ക് ആ സമയത്ത് നമുക്കുണ്ടായ സങ്കടമായാലും സന്തോഷമായാലും ഭയം, ഇതെല്ലാം അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ എപ്പിസോഡിക് മെമ്മറിയിൽ രേഖപ്പെടുത്തി വെക്കപ്പെടും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പോലെ നമ്മുടെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ ബ്രെയിനിലെ ഈ ഹിപ്പോ ക്യാമ്പസ് ആണ് ഈ എപ്പിസോഡിക് മെമ്മറിയെ രൂപപ്പെടുത്തുന്നതിനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത്. പക്ഷെ ഈ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള മറവി രോഗങ്ങൾ വരുമ്പോൾ ആദ്യം നശിച്ചു പോകുന്നത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹിപ്പോ ക്യാമ്പസ് നശിക്കുമ്പോൾ സ്വാഭാവികമായും
നമ്മുടെ ഈ മെമ്മറിയും നശിച്ചു പോകുമല്ലോ. അപ്പോ അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് പെട്ടെന്ന് പേരുകള് അതുപോലെ നടന്ന സംഭവങ്ങളൊക്കെ മറന്നു പോകുന്നത്. സംഗീതവുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ ബ്രെയിനിന്റെ മറ്റു പല ഭാഗങ്ങളിലാണ്. അതായത് ഓർഡിനറി കോർട്ടെക്സ്, ഫ്രോണ്ടൽ ലോബ് എന്നിവിടങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പാട്ട് പിന്നീട് എപ്പോഴെങ്കിലും അവിടെ കേൾക്കുമ്പോൾ ഈ ഭാഗങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയും പഴയ സംഭവങ്ങൾ ഓർത്ത് എടുക്കാൻ ഇടയാവുകയും ചെയ്യും. ഇതാണ് ഹെൻറിയുടെയും മാർത്തയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോ മറവി രോഗം ബാധിച്ചവര് സ്വന്തം പേര് പോലും മറന്നാലും തന്റെ കുട്ടിക്കാലത്ത് കേട്ട പാട്ടിന്റെ വരികൾ മറക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു 2 വരി പാട്ട് കൂടി ആയാലോ? ഇനി ആരാണ്? സജിന മാം? അൻസാർ സാർ പാടും മാം. സാർ പാടുവോ? വരട്ടെ, ഓരോരുത്തരുടെ കഴിവുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ. സാർ ഇല്ലേ? സാർ ഞാനുണ്ട്, പാടൂല. ഒരു അടിപൊളി എനിക്കറിയില്ല. പാട്ടായാലും മതി. അടിപൊളി പാട്ട് നമുക്ക് എനർജി ഉണ്ടാക്കുന്നതാണ്. നമ്മള് അടിപൊളി പാട്ടൊക്കെ കേൾക്കുമ്പോ നമ്മൾ അറിയാതെ ഇങ്ങനെ തുള്ളി പോകൂലേ? എത്ര പിന്നെ പാട്ട് ഇഷ്ടമല്ല. എന്റെ ഹസ്ബൻഡൊന്നും അടിപൊളി പാട്ടുകളൊന്നും അത്ര ഇഷ്ടമല്ല. കാരണം ഈ മ്യൂസിക് മുന്നേ നിൽക്കുമെന്ന് പറയുന്നത്. അപ്പൊ എന്നാലും ഈ പാട്ട് കേൾക്കുമ്പോ മൂപ്പരും ഇങ്ങനെ താളം കൊട്ടുകയോ തലകുലിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ അതൊരു എനർജി ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വന്നത് മനസ്സിന്റെ ഇരുളടഞ്ഞ കോണുകളിൽ പോലും പ്രകാശം പരത്താൻ സംഗീതത്തിനുള്ള കഴിവ് ഒരു അപാരമാണെന്നുള്ള ഒരു സത്യമാണ് അല്ലേ? അതാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഒരു മരുന്നിന് നൽകാൻ കഴിയാത്ത ഉണർവ് അൽഷിമേഴ്സ് രോഗികൾക്ക് സംഗീതം വഴി നൽകുന്നുവെങ്കിൽ ആരോഗ്യവാനായ ഒരാളുടെ മനസ്സിനെ സംഗീതം എത്രത്തോളം പോസിറ്റീവാക്കി മാറ്റാൻ കഴിയും? അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വളരെ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഹീലിംഗ് ആണ്. നമ്മളുടെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കാൻ ഈ സംഗീതങ്ങൾക്ക് കഴിയും എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ചിലപ്പോ പിന്നെ എന്താണ് വിഷാദ ഗാനങ്ങൾ കേൾക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് അടിപൊളി പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം. ഇങ്ങനെ സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായി അങ്ങ് ഹൃദയം മുറിയുന്ന വേദന ഉള്ളപ്പോൾ പോലും നമ്മളൊരു സംഗീതത്തിലേക്ക് എത്തുമ്പോൾ ആ പാട്ടിലേക്കാവും നമ്മളുടെ ശ്രദ്ധ. നമ്മുടെ മൂഡ് ഇങ്ങനെ ഒന്ന് മാറി വരും അല്ലെ? അപ്പൊ ചിലപ്പോ നമ്മൾ ആ പാട്ടിന്റെ വരികളിലൂടെ പോകും. അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാക്കി ഇങ്ങനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കും. ചിലപ്പോ നമ്മൾ ആ പാട്ട് കേട്ട് കരയാറില്ലേ? ചില പാട്ടൊക്കെ കേൾക്കുമ്പോ നമുക്ക് സങ്കടം വരുമല്ലോ അല്ലെ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ പഴയ എന്തെങ്കിലുമൊക്കെ സ്മരണകൾ വരുമല്ലേ? എവിടെ കേട്ടാലും നമ്മൾ ഈ പാട്ട്, എനിക്കൊക്കെ പഴയ പാട്ട്, വയലാറിന്റെ ഒക്കെ പാട്ടുകളുണ്ടല്ലേ, അതൊക്കെ കേൾക്കുമ്പോ ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് അല്ലേ? കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ പാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. എവിടെയോ ഒറ്റപ്പെട്ടു പോയ ചില സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നില്ലേ സാർ? സുരേഷ് സാർ നല്ല ആസ്വദിച്ചു എന്ന് തോന്നുന്നുണ്ട്. സുരേഷ് സാർ ഒരു പാട്ട് പാടുന്നു തോന്നുന്നു കണ്ടിട്ട്. സാർ ഒരു പാട്ട് സാർ പാടും. പാടും. താളവും ലയവും പിന്നെ എന്താണ് അതിന്റെ സംഗതികളും ഒന്നും നോക്കണ്ട സാർ, പാടാം, നമ്മുടെ അവസരമല്ലേ. അതൊന്നും പ്രശ്നമില്ല. ഏത് കരിമുകിൽ കാട്ടില്ല എന്നുള്ള തന്നെ പാടിയാ മതിയാ? ആയിക്കോട്ടെ. ഏതായാലും അല്ല, ഇപ്പൊ ഉറക്കത്തിന്ന് കുറച്ചു നേരത്തെ ഏറ്റുള്ളൂ. ഞാൻ അതാണ് പോസിറ്റീവ് വൈബ് ആവുന്നത്. ഒരു ദിവസത്തെ മുഴുവൻ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആണല്ലോ. എന്നാൽ പഴയ നാടകകാരൻ പാടുന്ന അത് മതിയല്ലേ? മതി സാർ പാടും. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ,
മാരിവില്ലിൻ തേന്മലരേ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ. തേന്മഴ തൂകാൻ ഉൾക്കുളിർ പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി. മാരിവില്ലിൻ തേന്മലരേ മാഞ്ഞു പോക. വരികളൊന്നും ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. എന്നാലും ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റിയില്ലേ? പഴയ ആ സംഭവങ്ങളിലേക്കൊക്കെ ഒന്ന് പോയില്ലേ അല്ലേ? ഓ, അപ്പൊ ഇതാണ് സംഗീതത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ വാക്കുകളും മുഖങ്ങളും ഒക്കെ മറന്നുപോയാലും നമ്മുടെ ശരീരവും മനസ്സിലേക്കും ആഴത്തിലേക്ക് ഇറങ്ങിയ സംഗീതത്തെയും അതിന്റെ താളത്തെയും മനുഷ്യന് മറക്കാനാകില്ല. നമ്മൾ ഇതിന്റെ ഒന്നും ട്യൂൺ മറന്നുപോയില്ല. നമ്മുടെ ഈ വരികളൊക്കെ ഇപ്പൊ നമ്മളൊന്നും പാടണമെന്ന് വിചാരിച്ചു വന്നതല്ലല്ലോ, എന്നിട്ടും നമ്മളുടെ മനസ്സിലേക്ക് ആ വരികൾ ഓടിയെത്തിയില്ലേ? അപ്പൊ ഇതാണ് സംഗീതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഓർമ്മകൾ മങ്ങിപ്പോയാലും ഒരുപക്ഷെ നമ്മൾക്ക് ചിലപ്പോ ഇതൊക്കെ അങ്ങ് മറന്നുപോയേക്കാന്നോ അറിയില്ലല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും 90-ആം വയസ്സിലൊന്നും അല്ല, 60 വയസ്സാകുമ്പോഴേ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോ ഓർമ്മകൾ മങ്ങിപ്പോയാലും ആ ഓർമ്മയുമായി ബന്ധപ്പെട്ട സംഗീതം എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു പാട്ടായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻനിഴൽ മാത്രം വരും, നിൻനിഴൽ മാത്രം വരും. അത് എനിക്ക് എവിടെ കേട്ടാലും എനിക്ക് എന്റെ ഉമ്മയെ ഓർമ്മ വരും. ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു അവസ്ഥയും ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മനസ്സിൽ വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്, കാരണം ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് കൊണ്ട്. അപ്പോ നമ്മൾക്ക് നമ്മളുടെ ഓർമ്മകളെ സംഗീതത്തിലൂടെ നമുക്ക് വീണ്ടും വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളൊക്കെ സംഗീതവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ടൂറിനൊക്കെ പോകുമ്പോൾ പാട്ട് പാടും അല്ലേ? പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോൾ ആ ടൂറിന് പോയ സംഗതിയൊക്കെ ഓർമ്മ വരുമല്ലേ? അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഓരോ ഇതുകൾ സംഘടിപ്പിക്കുമ്പോൾ പാട്ടും ഒക്കെ ഇപ്പോഴൊക്കെ അത് പതിവായിട്ടുണ്ട് അല്ലേ? അപ്പോ അതുകൊണ്ട് ആയിരിക്കാം. അപ്പൊ ഇനി തൊട്ട് എല്ലാ നല്ല നല്ല മൊമെന്റ്സ് വരുമ്പോഴും അവിടെ വെച്ചൊരു പാട്ടൊക്കെ ഒരു 2 വരി മൂളിയാലും മതി, നമ്മളുടെ മനസ്സിൽ അത് എന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പൊ മനസ്സിനെ ചികിത്സിക്കാൻ സംഗീതത്തോളം മികച്ച മറ്റൊരു മാധ്യമവും ഇല്ല എന്ന് നമ്മൾ പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ മ്യൂസിക് തെറാപ്പിയുടെയൊക്കെ പ്രാധാന്യവും ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെയുള്ള മറവി രോഗങ്ങൾക്ക്, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങൾക്ക്, കുട്ടികൾ അനുഭവിക്കുന്ന ഓട്ടിസത്തിന്, അതുപോലെ നമ്മളുടെ വിഷാദം, അങ്ങേയറ്റത്തെ ഡിപ്രഷനിലായവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ സംഗീതത്തിന് കഴിയും. അതുകൊണ്ടായിരിക്കാം മഹാനായ റൂമി പറഞ്ഞത് സംഗീതം ആത്മാവിന്റെ ഭാഷയാണ്. നമ്മൾക്കിപ്പോ സംസാരിക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോ ചില പാട്ടുകൾ പാടുമല്ലേ, ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള പാട്ടായിരിക്കും അതല്ലേ? അപ്പൊ ആ പിന്നെ എന്താണ് ഒരു സിനിമ ഡയലോഗ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, മറ്റേ എന്താണ്, ജാവ ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്കൊന്ന് തിരുത്താം. മ്യൂസിക് ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറയണം. അപ്പോ പ്രിയമുള്ളവരെ, സംഗീതം എന്ന് പറയുന്നത് വെറും ഒരു ശബ്ദമല്ല അല്ലെ, ഇതൊരു കണക്ഷനാണ്, നമ്മുടെ മൈൻഡുമായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പൊ ഈ കണക്ഷൻ ശരിയാകുമ്പോ നമ്മുടെ മനസ്സിന്റെ എല്ലാ താളപ്പിഴവുകളും തനിയെ മാറുന്നതാണ്. അപ്പോ നല്ല ഒരു വൈബ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും ജീവിതം സന്തോഷം നിറഞ്ഞ സംഗീതം പോലെ താളാത്മകമാകട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്റെ സെഷൻ ഇത്തിരി സമയം മുന്നോട്ട് പോയെങ്കിലും
എല്ലാവരുടെയും ഒരു ഓർമ്മകളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഗൃഹാതുരത്വമൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. അപ്പോ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്നും സംഗീതം നിലനിർത്തട്ടെ. നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മാം. സംഗീതം പോലെ താളാത്മകം, തീർച്ചയായിട്ടും അത് അർത്ഥവത്തായ ഒരു കാര്യം തന്നെയാണ്. ശരിക്കും സംഗീതം, മ്യൂസിക് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സങ്കടം വരുമ്പോൾ ശരിക്കും സങ്കടം തോന്നുമ്പം അങ്ങനെയുള്ള സങ്കടകരമായ പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം, അടിപൊളി പാട്ട് കേൾക്കാനല്ല. അതേ സമയത്ത് സന്തോഷമുള്ളപ്പം നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിലോ ഒക്കെ ഭയങ്കര അടിപൊളി തട്ടുപൊളിപ്പം പാട്ടെന്നൊക്കെ പറയത്തില്ല, ഒക്കെ കേൾക്കാനും അല്ലെങ്കിൽ ശാന്തമായിട്ട് ഇങ്ങനെ റിലാക്സേഷൻ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള പാട്ടുകൾ, അങ്ങനെ ഏത് സാഹചര്യത്തിലും പറ്റുന്ന പാട്ടുകൾ നമുക്കുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കേൾക്കുന്നത് മനസ്സിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പം അതൊക്കെ ഒരു സയന്റിഫിക് കണക്ഷനിലൂടെയൊക്കെ കൊണ്ടുപോയി അതൊക്കെ കണക്ട് ചെയ്തതിനും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനൊക്കെ ഒത്തിരി നന്ദി. ശരിക്കും ഈ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരെ ഓർക്കും. ശരി, ഞാൻ പറഞ്ഞില്ലേ എന്റെ നീലനിലാശയത്തിൽ എന്നുള്ള പാട്ട് എന്റെ ഫാദർ എന്നോട് പാടാൻ പറയുന്ന ഒരു പാട്ടായിരുന്നു. പുള്ളിക്ക് ഇഷ്ടമായിരുന്നു ഞാനത് പാടുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ ഈ എന്റെ ബ്രദറിന്റെ കല്യാണത്തിന്റെ വീഡിയോ, അതിനകത്ത് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോകൾ ഉണ്ടായിരുന്നല്ലോ, നമ്മളിങ്ങനെ കല്യാണത്തിന്റെ വീഡിയോസ്. അപ്പൊ അതിനകത്ത് ഇരുന്ന ചില പാട്ടുകളില്ലേ, അപ്പൊ ഒരു പർട്ടിക്കുലർ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എന്റെ ഒരു ബ്രദറിന്റെ കല്യാണം ഓർക്കും. അങ്ങനെ എന്ന് പറഞ്ഞോ അല്ലെ, ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. സോ മ്യൂസിക് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെയും ഒക്കെ ശാന്തമാക്കാനും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിനും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നതിനും ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. വെൽ ഡൺ. താങ്ക് യു മാം. താങ്ക് യു. എനിക്കാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഭയങ്കര സംഗീതം, ഇൻസ്ട്രുമെന്റ്സ് ആണല്ലോ മുന്നിൽ നിൽക്കുക. പക്ഷേ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ ആ ലൈനിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഈ അടിപൊളി പാട്ടാണെങ്കിലും ശരി, അതല്ലാതെ മെലോഡിയസ് ആണെങ്കിലും ശരി, ഞാനിങ്ങനെ ആ ലൈനിലൂടെ ഇങ്ങനെ കടന്നു പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് കവിതകളോടാണ് ഇഷ്ടം. മറ്റേ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ, അങ്ങനെയൊക്കെയുള്ള കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിങ്ങനെ മനസ്സിങ്ങനെ പഠിച്ചു വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ സന്ദർഭം വരുമ്പോ അതിങ്ങനെ പാടാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഴയ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേക സുഖവും മധുരമായിരുന്നു. അത് ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. മറന്നു പോകും. അത് എന്നുവെച്ചാല് ഒന്നാമത് പാട്ടുകളുടെ അതിപ്രസരം, രണ്ടാമത് ഈ മ്യൂസിക്കുകൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റ് ആ സംഗീതത്തെ ശരിക്കുള്ള പാട്ടിനെ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് നിർത്താൻ കഴിയുന്നില്ല. അതേസമയം പഴയ പാട്ടുകൾക്ക് അങ്ങനെയല്ല. വയലാറിന്റെ പാട്ടുകൾ ആ പാട്ടിന്റെ ഭംഗി മാത്രമായിരുന്നില്ല, അതിലെ വാക്കുകള് നമ്മളെ ഇങ്ങനെ ഹൃദയത്തിലൂടെ ഇങ്ങനെ പോകുന്ന വാക്കുകളായിരുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തങ്ങി. അർത്ഥമുണ്ട്. ആ പഴയ പാട്ടുകൾക്ക് അർത്ഥമുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അർത്ഥം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കാനുള്ള ഒരു അർത്ഥമില്ല. അർത്ഥമില്ല. ചുമ്മാ അപ്പോഴും തോന്നുന്നത് പോലെയൊക്കെ ഇങ്ങോട്ട് എഴുതിയെടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക. ഇപ്പൊ സാറ് നേരത്തെ പാടിയ ആ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഈ നാടകത്തിൽ നിന്നാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലൊക്കെ ഉള്ള നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും കമ്മ്യൂണിസ്റ്റ് ആകാൻ നാടകമാണ്, നാടക ഗാനങ്ങളൊക്കെയാണ് ഒരു പരിധി വരെയൊക്കെ ആളുകളെ സഹായിച്ചിട്ടുണ്ടാവും. പാട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താണ്, മനസ്സിനെ ഇളക്കി മറിക്കുന്ന ഒരു മീഡിയ ആണ്. വയലാർ മരിച്ചിട്ട് 50 കൊല്ലായി. 50 കൊല്ലായിട്ട് ആ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുക. പകരം ഒരാൾ വന്നില്ല എന്നുള്ളതാണ്. ആ ഒരു മുഖം മാത്രം കണ്ണിൽ, അതില്ലേ ആ പാട്ട്, അതൊക്കെ എന്തർത്ഥമുള്ള പാട്ടാ. പിന്നെ ഒരു മുഖം മാത്രം കാതിൽ മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പം എല്ലാം വളരെ അർത്ഥവത്തായ പാട്ട്. വയലാറിന്റെ ഒരു പാട്ടുണ്ട്, ആ വീടും ഗാനം കേൾക്കാൻ. അത് വയലാറിന്റെ അല്ല, പി ഭാസ്കരന്റെയാ? ഭാസ്കർ അല്ലിയാമ്പൽ കടവിൽ, അത് ആരുടെയാ പാട്ട്? എനിക്ക് നല്ല ഇഷ്ടമാണ്. അതും വയലാറിന്റെ ആണെന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ
പുതും പൂവെള്ളം. സജിന മാമിന് അത് എവിടെയോ കൊളുത്തിന്ന് തോന്നുന്നു അല്ലേ? അതെ, നല്ല വരികളാണല്ലോ അതിന്റെ. അല്ലിയാമ്പൽക്കടവില് ഭാസ്കരൻ മാഷാണ്. ആണോ? ആ, ഓക്കെ, താങ്ക് യു സർ. ഉം. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആകും ഇന്നത്തെ പാട്ടുകളൊക്കെ. ഗുഡ് മോർണിംഗ് ഫജറുന്നീസ മാം. മാമിന്റെ ക്ലാസ് ആകുമ്പോ പിന്നെ ഒന്നും പറയേണ്ടതില്ല. നല്ല രസത്തില് കേട്ടിരിക്കാൻ പറ്റും. ഓ, നല്ല താങ്ക് യു, സെഷൻ താങ്ക് യു, ആയിരുന്നു. താങ്ക് ഗോഡ്. എനിക്ക് എന്താണ് ഈ മാം നേരത്തെ പറഞ്ഞില്ലേ ടൂറ് പോകുന്ന, അപ്പോ ഞാന് തൃശ്ശൂർ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ കാസറ്റാണ് ഉള്ളത്, വാക്മാന്. അപ്പൊ എന്റെ ഒരു കലാപമണിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. സിനിമന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. മണിക്കുയിലേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. വാൽക്കണ്ണാടി, യെസ് യെസ്. അതിന്റെ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അത് ഞാൻ എപ്പോഴും അത് കേൾക്കും. അപ്പൊ ഈ പാട്ട് എവിടെ കേട്ടാലും എനിക്ക് ആ പെരിന്തൽമണ്ണെന്ന് തൃശ്ശൂർ ബസ്സിലെ KSRTC ബസ്സാണ് ഓർമ്മ വരിക. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്താണ് ഈ കൽഹോനഹോ എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോഴും അതുപോലെ ഹോസ്റ്റലിലെ TV റൂം, അങ്ങനെയൊക്കെ, അത് പെഹലാ നഷ, അതുപോലെ ഇങ്ങനെ കുറെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ സ്ഥലം ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. സത്യമാണത്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഒരു സൂസൻ മാം പറഞ്ഞ പോലെ സംഗീതം പോലെ താളാത്മകമായൊരു സെഷൻ. താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു വെരി രാവിലെ മച്ച്. ഹലോ ഫജറുന്നിസ മാം, ഹലോ. രാവിലെ തന്നെ സംഗീതം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് നിറച്ച മാമിന് ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു, പിന്നെ താങ്ക് യു സോ മച്ച്. മാം പറഞ്ഞതുപോലെ തന്നെയാണ്, സംഗീതം എന്ന് പറയുന്നത് നമുക്ക് പലതരം കണക്ഷനുകൾ. അപ്പം ചില പാട്ടുകൾ കേൾക്കുമ്പോൾ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 1000 കണ്ണുമായി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊക്കെ പഴയ ഒരു കാലത്തേക്കാണ് അതായത് നമ്മളെ ചെറിയൊരു ഇതുണ്ടല്ലോ, 3-ാം ക്ലാസ്, ആ ഒരു കാലത്തേക്കാണ് കൂടുതൽ ഓടിപ്പോവുക. അതേപോലെ നമ്മുടെ മാരേജ് വന്ന സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെ. പിന്നെ ഓരോരുത്തരുടെയും ഇപ്പം സുസൻ മാം പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും മാരേജ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഇപ്പൊ ചേച്ചിയുടെ അല്ലെ അനിയന്റെ അങ്ങനെ, അത് നമ്മൾ ഓരോ തരത്തിൽ, ഇപ്പം മോളായപ്പോഴുണ്ടായ ആ ഒരു പാട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ മക്കൾ ഉണ്ടായപ്പോൾ പാടി കൊടുത്ത പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഒരു കുട്ടിക്കാലത്തേക്കൊക്കെ നമ്മൾ പോവാറില്ലേ? അത് ശരിക്കും എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക്. അത് മാം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ സംഗീതത്തിന്റെ ആ ഒരു, ഒരിക്കലും നമുക്ക് ആ ഒരു താളാത്മകമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് എപ്പോഴും നമ്മളെ കണക്ഷൻ ഇങ്ങനെ ആ ഒരു വളരെ ഒരു ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാറുണ്ട് നമ്മൾ. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ സങ്കടം വരുമ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ അതൊന്നുകൂടെ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഏതായാലും ഇന്നത്തെ സെഷൻ എല്ലാവരും പല പല ഓർമ്മകളിലൂടെ കടന്നു പോവാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടാവും. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു മാം. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക് യു വെരി മച്ച്. ഇപ്പോ ഹോസ്പിറ്റലില് ലേബർ റൂമുകളില് മ്യൂസിക് ഉണ്ടാവാറുണ്ട്. മ്യൂസിക് ഉണ്ടാകാറുണ്ട്. കാരണം ആ ലേബർ പെയിൻ നമ്മളറിയാതെ ആ പാട്ടിലേക്ക് അതെ, അത് ആസ്വദിച്ചുകൊണ്ട് ശരിക്കും നമുക്കൊരു ചെയ്യാം. പെയിൻഫുൾ ആയിട്ടുള്ള ആ സിറ്റുവേഷൻ നമുക്കൊന്ന് ചേഞ്ച് ആക്കാൻ സാധിക്കും ചില അതെ, സമയത്ത് ഈ പാട്ടൊക്കെ അതാണ് ഇഷ്ടപ്പെടുന്ന ആളുകള്. അതുപോലെ യൂട്യൂബിലൊക്കെ കാണാം ബൈനറൽ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ആൽഫ, ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഓരോ ബ്രെയിൻ വേവ്സുകൾ ഉണ്ടല്ലോ, ബ്രെയിൻ അതിനെ വേവ്സ് ഉണ്ട്. ആൽഫ, ഗാമ, ഡെൽറ്റ എന്നൊക്കെ അതിന് പറഞ്ഞിട്ടുള്ള സ്റ്റിമുലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് കുറയ്ക്കാനൊക്കെ അങ്ങനെ ഓരോ ഫ്രീക്വൻസിയിൽ വരുന്ന ഓരോ ഫ്രീക്വൻസി, പ്രത്യേക ഫ്രീക്വൻസിയിലാണ് ആ മ്യൂസിക് ഉണ്ടാവുക. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് ഡെയിലി കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര മാറ്റം ബ്രെയിനിൽ വരുന്നാണ് പറയുന്നത്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് അത്, ബൈനറൽ ബീറ്റ്സ് ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ആക്കി ആ പാട്ട് ഞാൻ പാടി ഇത്രയും നല്ല സെഷൻ കോളാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പാടാതെ പറ്റൂല സാർ. എന്തായാലും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ആക്കുന്നതില് ഈ സംഗീതത്തിന് പങ്കുണ്ടെന്ന് തെളിയിച്ച് അതിന് സമയം 1000 നന്ദി. അതെ, അതുകൊണ്ട് നല്ല ചില സമയത്ത് അതുണ്ട്. ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴേ നമ്മള് സ്ട്രെസ്
കുറക്കാൻ വേണ്ടിയിട്ട് സംഗീതം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ല വട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ അടിച്ചുപൊളി പാട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകും. പണ്ട് അപ്പൊ ടി കെ എമ്മിലാണ്, ഞാൻ കൊല്ലം ടി കെ എമ്മിലാണ് പഠിച്ചത്. അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെയും വിടുന്ന സമയം ചില സമയത്ത് ഇങ്ങനെ അപ്പൊ ഭയങ്കര റഷ് ആവും. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ ബസ്സുകാർ നിൽക്കുന്ന സമയത്ത് ഒരു സുഖമില്ലാത്ത ഒരാളെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറെ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് അയാൾ അവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, പാട്ട് പാടാൻ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പേടിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നേ. അപ്പൊ അവന്മാര് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ അയാള് പറഞ്ഞു, പാട്ട് പാടാൻ അറിയുമോന്ന് ചോദിച്ചതാ. കാര്യം എന്ന് പറഞ്ഞാലേ എപ്പോഴെങ്കിലും ഭ്രാന്ത് വന്നാല് പാടാൻ 2 പാട്ട് അറിഞ്ഞിരിക്കുന്നതല്ല, അത് ഞാൻ ചോദിച്ചേ ഉള്ളൂ. സത്യം, ഞങ്ങൾ അന്നേരം ഇങ്ങനെ ചർച്ച ചെയ്തു, ശരിയാണല്ലോ, ഇപ്പൊ പാട്ട് പഠിച്ചു വെച്ചാലല്ലേ ഭ്രാന്താവുമ്പോ പാടാൻ പറ്റുള്ളൂ. മാം ടി കെ എം ആർട്സിലാണോ പഠിച്ചത്? ആർട്സിലാണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. മാമിന്റെ സണ്ണിൻ ലോയും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടാ. മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പൊ ഈ പറഞ്ഞ വായി നോക്കുന്ന പിള്ളേരുള്ള കോളേജില്. അപ്പൊ മനസ്സിലായി കേട്ടോ. അതെ അതെ, കൊറേ പുറത്തു വരാനുണ്ട്. റംസാർ ഓരോന്ന് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഓരോ പഴയ കാലങ്ങള്. അല്ല റൗസാറിന് ചിലപ്പോ പറയാണ്ടാവും. എനിക്ക് തോന്നുന്നു സാറും വൈഫും ഒരുമിച്ചാണ് പഠിച്ചത്, അതുകൊണ്ട് ചിലപ്പോ അത്ര വായി നോക്കിയിട്ടുണ്ടാവില്ല. നേരത്തെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ? നേരത്തെ ഒരുമിച്ച് ഞാനൊരു സത്യം വെളിപ്പെടുത്താൻ പോകുന്നുണ്ട്. റൗസാർ സത്യം വെളിപ്പെടുത്താൻ പോവാണേ. അതായത് ഇവര് കോളേജിൽ പഠിക്കുമ്പോ തന്നെ ആയിരുന്നു ഇവരുടെ നിക്കാഹും. രണ്ടുപേരും നിക്കാഹിന് ശേഷവും കോളേജിൽ കണ്ടിന്യൂ ചെയ്തു. അത് ശരി. ഓ, അങ്ങനെയൊക്കെ ഒരു നല്ല സ്റ്റോറി ഉണ്ടല്ലേ. പിന്നെ കുറെ അതൊരു ഉണ്ടാവും ഭാഗ്യം അല്ലെ, അതും ഒരു ഭാഗ്യമാണ് ലൈഫില്. ശരി തന്നെയാണ് കേട്ടോ, നല്ലൊരു രസല്ലേ. രാഗേന്ദു കിരണങ്ങളെ കുറിച്ച് ആരോ പറഞ്ഞു, പാടാൻ അറിയോ? രാഗേന്ദു കദംബങ്ങൾ ചിമ്മിയില്ല, മധുരോത്സവങ്ങൾക്കു നിറമാല ചാർത്തി, മരുഭൂമിയാക്കിയ നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. എല്ലാവരുടെ മനസ്സിലും പാട്ടുകൾ ഇങ്ങനെ ഒരു പാട്ടുപെട്ടി തന്നെ ഉണ്ടല്ലേ മനസ്സില്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, പലരും ബാത്റൂമിൽ പാടുന്നവരാ. എല്ലാരും ബാത്റൂം സിംഗേഴ്സ് ആണ്. സകലരും, എല്ലാ മനുഷ്യരും ബാത്റൂം സിംഗേഴ്സ് ആണ്. ആരും ഇല്ല പാട്ട് പാടാത്ത. എത്ര എന്താണ് ബോറൻ സ്വഭാവമുള്ളവരും പാട്ട് പാടും. അപ്പോ 6:25 26. മൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല മാം. ആരെങ്കിലും കുറച്ച് പാട്ടും കൂടെ പാടും. എന്നാ പാടിക്കോ. ഒരു അടിപൊളി പാട്ട് പാടുവോ ആരെങ്കിലും? അൻസാർ സാർ പോയോ? ഇല്ല, പോയിട്ടില്ല. അടിപൊളി പാട്ട് ആർക്കും ഇഷ്ടമല്ല? എനിക്കിഷ്ടമല്ല. അല്ലെ, യോദ്ധയിലൊരു പാട്ടുണ്ടല്ലോ, പടകാളി. അല്ലെങ്കിൽ സുരേഷ് സാറിന്റെ നാടകഗാനം പാടും. ഇതുപോലെ ലിറിക്സ് കുറെ കൈവിട്ട് പോയി, അതാണ് ഇപ്പൊ അങ്ങനെ പാടാറൊന്നുമില്ല. വയലാറിന്റെ തന്നെ ഒരു പഴയ കൊടുങ്ങല്ലൂരമ്മ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, പഴയ പടം. അതിലെ
ഒരു പാട്ടിന്റെ കുറച്ച് വരി പാടാം. മഞ്ജുഭാഷിണി മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങിയുണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. ഓ മഞ്ജുഭാഷിണി. ഗാനസുരകളിൽ പ്രിയദർശിനി നിൻ മോതിര കൈവിരൽ ഒഴുകുമ്പോ താനേ പാടാത്ത തന്ത്രികളുണ്ടോ, താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ? നമ്മുടെ വിഷയമാണത്. താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ? മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം, ഏതൊരു ഗീതം. രാഗസദസ്സിതിൽ പ്രാണസഖീനിൻ രാജീവ നയനങ്ങൾ വിടരുമ്പോ രാഗസദസ്സിതിൽ പ്രാണസഖീനിൻ രാജീവ നയനങ്ങൾ വിടരുമ്പോൾ വാരിച്ചൂടാത്ത മോഹങ്ങളുണ്ടോ, കോരിത്തരിക്കാത്ത സ്വപ്നങ്ങളുണ്ടോ? അതാണ്, ചോദ്യങ്ങളാണ്. ഓക്കെ. മഞ്ജുഭാഷിണി അവിടെ ഉണ്ടോ? മഞ്ജുഭാഷിണി അവിടെ ഉണ്ട് അപ്പുറത്ത്. അടിപൊളി സോങ് ആയിരുന്നു. നമ്മുടെ പറഞ്ഞില്ലെങ്കിൽ സാർ അല്ല അപ്പുറത്ത് സുരേഷ് ചേട്ടനെ റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓടിയാട്ടാ. റിട്ടയർ ചെയ്ത് എന്താ കുറെ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ സാറിന്റെ കയ്യിൽ പാട്ട്? പഴയ പാട്ട് ഭംഗിയായി പാടി. അടിപൊളി. മാഡം പറഞ്ഞ പോലെ തന്നെ അടിപൊളി അത്ര അങ്ങോട്ട് സമീപിക്കാറില്ല. പിന്നെന്ന് വെച്ചാ ഒരു മധുരക്കിനാവിൻ അങ്ങനെയുള്ള അതെപ്പോഴും നല്ലൊരു സോങ് ആണ്. നമ്മളിങ്ങനെ അന്നത്തെ ഞങ്ങളുടെയൊക്കെ കാലത്ത് അടിപൊളി പാട്ടാണത്. പക്ഷെ ഇന്നും അത് നമ്മളിങ്ങനെ ടൂറോ അല്ലെ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ വെച്ചാൽ എല്ലാരും ഒന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന പാട്ടാണല്ലോ ഒരു മധുരക്കിനാവിൽ. അതെ അതെ. ഇപ്പൊ അതിന് പഴയ പാട്ടുകളെ റിമിക്സ് ചെയ്യണ്ട്, റിമിക്സ് ചെയ്ത് റീമിക്സ് അതെ. അത് വരുന്നുണ്ട്. ഇപ്പൊ വേറെ എന്താണ്, മറ്റേ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ ഈ പാട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ, പൂമാനമേൻ. രതി പുഷ്പല്ലേ? പുഷ്പം പൂക്കുന്നയാമും. അതിനകത്ത് അതും ഈ ഒക്കെ കൂടി ചേർത്തിട്ടൊരു മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരോ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏതായാലും ഞാൻ കുറച്ചു ദിവസമായിട്ട് എന്റെ വായിൽ ഒരു പാട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. എനിക്കൊരു സമാധാനം കിട്ടും ചിലപ്പോ. പിന്നെ ഇത് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിഷമമാവും. അതുകൊണ്ട് വേഗം പാടും. വേനൽക്കിനാവിന്റെ ചെപ്പിൽ നിന്നിട്ടാലോടി കഴുകാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ മൂവന്തിച്ചിലോലും തേ മേലെ മേലെ മായം വാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിരദീപം ചാർത്തുന്നു. താങ്ക് യു. അടിപൊളി. നല്ല ഭംഗിയായിട്ട്. സജനമ്മ പിന്നെ ഓൾറെഡി പാടുന്നൊരു ആളാണ്. എന്നാലും നമുക്ക് നല്ല ഉഷാറായി. താങ്ക് യു.
ഗുഡ് അപ്പൊ ഇനി മോർണിംഗ് മാം. ആർക്കും ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് വെരി മോർണിംഗ് ഗുഡ് മാം. മോർണിംഗ്. വളരെ നല്ലൊരു അട്രാക്റ്റീവ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അത് ഇതൊരു അത് മ്യൂസിക് ഇപ്പൊ എല്ലാരും കോമ്പറ്റീഷൻ ആണോ? എല്ലാരും അതെ എല്ലാരും സഹകരിച്ചത് കൊണ്ടാണ് ശരിക്കും അത്രയും ബ്യൂട്ടിഫുൾ ആയത് കേട്ടോ. ഇതൊരു മ്യൂസിക് കോമ്പറ്റീഷൻ ആണോ എന്ന് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു മ്യൂസിക് തെറാപ്പി ഒരു ടോപ്പിക് തന്നെ മാം കൊണ്ടുവന്ന് നല്ല ഒരു സെഷൻ ആയിരുന്നു മാം. കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ എല്ലാവരുടെയും പാട്ട് ആസ്വദിച്ച്, എനിക്ക് കൂടുതൽ പാട്ടുകൾ ആസ്വദിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ആ പാട്ടിന്റെ ഓരോ വരികൾ അനുസരിച്ച് എനിക്ക് നൃത്തം ചെയ്യാൻ അറിയാം. ആ കഴിവേ ആ ഉള്ളൂ. അതൊരു കഴിവേ ഉള്ളൂ എന്നല്ല, അതൊരു കഴിവാണ്. അതൊരു ആസ്വാദനം എന്ന് വലിയ പറയുന്നത് ഏറ്റവും കഴിവാണല്ലോ. നല്ലൊരു കഴിവ്. പിന്നെ എല്ലാവരുടെയും ഗാനം വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. എസ്പെഷ്യലി ദാറ്റ് സജിന മാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതിന്റെ താളവും ലയവും എല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻ മാം. ഇങ്ങനെ ഒരു ടോപ്പിക് കൊണ്ടുവന്ന് എല്ലാവരെയും ഒരു പോസിറ്റീവ് വൈബിലോട്ട് തന്നെ മാം കൊണ്ടുപോയി. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും എന്നോടൊപ്പം ചേർന്ന ഈ ഇതിനെ ഏറ്റവും മനോഹരമാക്കിയത് നിങ്ങളൊക്കെയാണ്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ ഓരോ കണ്ടന്റ് എടുക്കുമ്പോഴും അത് എന്നെ ബാധിക്കുന്ന ചില കണ്ടന്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുവരെ 3-4 ടോപ്പിക്ക് ഞാൻ എടുത്തതൊക്കെ എന്നെ കൂടി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഇനി വൈൻഡപ്പ് ചെയ്തില്ലെങ്കിലേ ബുദ്ധിമുട്ടാകും. അതെ. അപ്പൊ ഇനി അതൊരു ആർക്കും പാടാനില്ലെങ്കിൽ സൈലത്തിലാണ്. സമാപന ഗാനത്തോടു കൂടി അതെ. പാടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പാടാട്ടാ. ആതിര മാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? എന്തായാലും താങ്ക് യു സോ മച്ച് മാം. പാട്ടിന്റെ ആ ഒരു ഇത് മാത്രമല്ല മാം, അതിന്റെ സയന്റിഫിക് വശങ്ങളൊക്കെ കൂടെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ അത് ഭയങ്കര ശരിക്കും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് എല്ലാവരെയും സംഗീത ലോകത്തേക്ക് ഒന്നുകൂടെ കൊണ്ടുപോയതിന്. നമ്മുടെ ആശാ ഭോൺസ്ലെ ഈ അടുത്ത് മരണപ്പെട്ടല്ലോ. അതെ അപ്പോഴും ഞാൻ അവരുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ ഒന്ന് പോയപ്പോഴ് എനിക്ക് തോന്നി ഈ സംഗീതം ശരിക്കും ഒരു നല്ല ഒരു ഇതാണല്ലോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സംഗീതക്കാരുടെ ഒക്കെ ജീവിതം ഫെയിലിയർ ആണ് മിക്കവരുടെയും. അത് ഇതുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംഗീതം ചിലപ്പോ നമുക്ക് വിനയായിട്ടുമൊക്കെ മാറാറുണ്ടല്ലേ. അപ്പോ ഞാൻ ആശാ ഭോൺസ്ലെയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മറ്റേ അവരുടെ ലതാ മങ്കേഷ്കറും ആശാ ഭോൺസ്ലെയും മലയാളത്തിൽ വളരെ ചുരുക്കമായിട്ടാണ് പാടിയിട്ടുള്ളത്. ലതാ മങ്കേഷ്കറുടെ ഒരു പാട്ടില്ലേ, കദളി ചെങ്കദളി കൺകദളി പൂവേണോ, കവിളിൽ മതമുള്ളൊരു ചെമ്പൂവേണോ പൂക്കാരാ. ഇനി വേണ്ട അതായിരുന്നു അടയ്ക്കാനുള്ള അല്ലേ, അടയ്ക്കാനുള്ള താക്കോലായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാവർക്കും. എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു.